അതായത് സദാനന്ദൻ മാസ്റ്ററുടെ രമണൻ എന്ന് പറയുന്ന കഥാപ്രസംഗം ഏകദേശം 3600-ൽ പരം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ കഥ മാത്രം. അപ്പോൾ വെറുതെ ഒന്ന് കണക്ക് കൂട്ടി വരുമ്പോൾ ഏതാണ്ട് 16,000 രാത്രികളിൽ അദ്ദേഹം രമണൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ലൈഫിന്റെ സർവീസിൽ കലാജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും എത്താൻ പറ്റാത്ത ഒരു റെക്കോർഡാണത്. അങ്ങനെ കഥ പറഞ്ഞവരാരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉത്സവപ്പറമ്പുകളിൽ ഒരു പെർട്ടിക്കുലർ കഥ മാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. കഥാപ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സ്ഥലത്തേക്ക് ഒരാളിലേക്ക് മാത്രം ഫുൾ ആൾക്കാരുടെ ശ്രദ്ധ വരുന്നൊരു കലയാണ്. എല്ലാം ഉണ്ട്. നാടകം, നൃത്തം, പാട്ട്, അഭിനയം, വാക്ചാതുരി, പ്രൊനൗൺസിയേഷൻ, അറിവ്, കാലിക പ്രാധാന്യമുള്ള സബ്ജക്റ്റ് എന്താണ്, അത് ഈ കഥയുമായിട്ട് കണക്ട് ചെയ്യൽ, അങ്ങനെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് എൻ്റെ പി കേശവദേവ് സാഹിത്യകാരൻ, അതിൻ്റെ സ്ഥലമാണ്. കേസരി ബാലകൃഷ്ണപിള്ള സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന അവസാന സമയത്ത് അവിടെ തന്നെ സെറ്റിൽഡ് ആയ ഒരു സ്ഥലം കൂടിയാണ് പറവൂര് കെടാമംഗലം എന്ന് പറഞ്ഞ സ്ഥലം. കെടാമംഗലം അലി, വിനോദ് കെടാമംഗലം നടൻ, സംഗീത സംവിധായകൻ ബഷീർ, സൈനൻ കെടാമംഗലം, അങ്ങനെ കുറേ പേരുണ്ട് അവിടെ. കെടാമംഗലം അലി എടുത്തു പറയേണ്ട പേരാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഒരുപാട് എന്താ പറയാ പാട്ടുകാരുടെയും അല്ലെങ്കിൽ കലാകാരന്മാരുടെ കലാകാരന്മാരുടെ ഒരു സ്ഥലമാണ്.